ജന്മാദ്യസ്തേതോന്നയാദിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാധികവേ മുഖ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 22 വരെയുള്ള ശ്ലോകം 2-ാം അധ്യായം പറഞ്ഞു. അത് ഭക്തിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഏത് ചോദ്യത്തിന് ഉത്തരമാണ് 11-ാമത്തെ ശ്ലോകം. കഴിഞ്ഞ അധ്യായത്തിൽ ആത്മാവിന് ശ്രേയസ് കിട്ടാനുള്ള മാർഗം എന്ത്? ഇനി 2-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകണം. കഴിഞ്ഞ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകം 3-ാമത്തെ ചോദ്യമായിട്ടാണ് അവരവിടെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. 3-ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് 2-ാമത് ഉത്തരം പറഞ്ഞത്. അവതാരങ്ങളെക്കുറിച്ച് അവിടെ ചോദ്യം ഉണ്ടായി. ഇപ്പോൾ 17-ാമത്തെ ശ്ലോകം കഴിഞ്ഞ അധ്യായത്തിൽ എന്താണ്? കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടോ, തസ്യ കർമാണി ഉദാരാണി പരിഗീതാനി സൂര്യഭി. ഭഗവാന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ബ്രൂഹിന ശ്രദ്ധദാനാനാം ലീലയാ ദൃതക്കല. അതൊന്ന് പറഞ്ഞു തരണം. കർമാണി ഉദാരാണി തസ്യ പരിഗീതാനി സൂര്യഭി ഉദാരകർമാണി. അറിവുള്ളവർ പോലും സ്തുതിക്കുന്ന ഭഗവാന്റെ ആ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ആണ് ചോദ്യം. കഴിഞ്ഞ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിലാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം: സത്വം രജസ്തമ ഇതി പ്രകൃതിർ ഗുണാത്തേർ യുക്തപരപുരുഷ ഏകൈകാസ്യതത്ത് യുക്തേണ് ഗുണാസ്തൈഹി വിസർഗം പ്ലസ് ഉക്ത. യുക്ത എന്ന് പറഞ്ഞത് യുക്ത ചേർന്നിട്ട് യുക്തയായതാണ്. അവിടെ റിക്തല്ല വാക്ക്, യുക്തയാണ്. ചേർച്ച കൊണ്ട് സന്ധിയിൽ രു എന്നതാ. ഗുണാസ്തൈഹി പ്ലസ് യുക്ത പരപുരുഷൈഹ ഏകൈകാസ്യദത്തേ. വൃത്തം മാറിയിട്ടുണ്ട്, അനുഷ്ടുപ്പല്ല. തിത്യാദേ ഹരി വിരിഞ്ചി ഹരേതി സംജ്ഞ ശ്രേയാംസി തത്ര ഖലു സത്തതനോ നൃണാം സ്യൂ. ഭഗവാന്റെ കർമ്മങ്ങൾ, ഈ കർമ്മങ്ങളുടെ ഒരു വിപുലീകരണമാണ് അവതാരങ്ങൾ. വിപുലീകരമായിട്ട് പറയാം. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളായിട്ട് പറയുമ്പോൾ അവതാരങ്ങൾ പറയണ്ടു. കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇതേ പറയണ്ടു. 3 തിരിക്കാമെന്നാണ്. 3 കർമ്മേത്രയേ ഉള്ളൂ. ഏതൊക്കെ 3 കർമ്മങ്ങൾ? അതാണ് ഇവിടെ സത്വം രജസ് തമ ഇതി പ്രകൃതിർ ഗുണാർത്ഥേ. ആ കർമ്മങ്ങൾ പലതും ഉണ്ടെങ്കിലും അതിനെ 3 തിരിക്കുക, അതാണ് ചെയ്തത്. ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ 3 ഉള്ളൂ. കർമ്മങ്ങൾ കുറേ ഉണ്ടാവും, പക്ഷെ ഒക്കെ ഈ 3 വരുന്നതാണ്. സത്വം രജസ് തമസ് ഇതിൽ വരുന്ന കർമ്മങ്ങളെ ഭഗവാനുള്ളൂ. ഭഗവാനല്ല, ശരിക്കും പറയാച്ചാൽ എല്ലാവർക്കും ഈ കർമ്മങ്ങളേ ഉള്ളൂ എന്നാണ്. ഈ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുക. അതെന്തൊക്കെയായിരിക്കും? അപ്പം നമുക്കറിയാം, സൃഷ്ടി, സ്ഥിതി, സംഹാരം. രജോ ഗുണമാണ് സൃഷ്ടിക്ക് ഉതകുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നത് എപ്പോഴാണ്? രജോ ഗുണം വരുമ്പോഴാണ് എന്നാണ് പറയുന്നത്. തമോ ഗുണം വരുമ്പോൾ കിടന്നുറങ്ങും, ഒന്നും ചെയ്യണ്ട, ഉണ്ടാതെ കിടക്കുക. അതാണ് എന്ത്? ഉറക്കത്തിനെ പിന്താങ്ങുന്ന തമോ ഗുണം. അപ്പോൾ സത്വഗുണം എന്തായിരിക്കും? ഇത് രണ്ടും അല്ലാത്ത ഒന്നാണ്. ഉണർന്നിട്ടിരിക്കണം, ഉറങ്ങണം എന്നൊന്നുമില്ല. എന്നാൽ ഒരുപാട് കർമ്മത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. പക്ഷേ ഉറക്കമല്ല, അങ്ങനൊരവസ്ഥയുണ്ട്. അതാണ് സത്വഗുണം. ഈശ്വരപരമായിട്ട് നമുക്ക് ഈശ്വരനെ ഉപാസിക്കാൻ പറ്റിയ ഒരു ഗുണമാണ് സത്വഗുണം. കാരണം കർമ്മത്തിൽ ശ്രദ്ധയില്ല, ഉറക്കത്തിലും ശ്രദ്ധയില്ല. ഉറക്കത്തിൽ ശ്രദ്ധയില്ല സത്വഗുണത്തിൽ, ഉറക്കമല്ല. ഇപ്പം പറ്റിയത് എന്താണ്? ആത്മചിന്ത ചെയ്യുക, ഈശ്വരനെ ചിന്തിക്കുക, സാത്വഗുണം ഉണ്ടാവുക, ശാന്തത ഉണ്ടാവുക. അപ്പോൾ ഭഗവാനെ ചിന്തിക്കാൻ പറ്റിയ ഗുണമാണ് സത്വഗുണം. അത് നിലനിർത്തൽ എന്ന കർമ്മമാണ് ഭഗവാനെ സംബന്ധിച്ച് വരുന്നത്. രജോ ഗുണം സൃഷ്ടി, തമോ ഗുണം സംഹാരം എന്നുള്ള ക്രമമാണ് വരുന്നത്. തമോ ഗുണം കൊണ്ടാണ് ഉണ്ടാക്കിയതൊക്കെ സംഹരിച്ച് ഇല്ലാണ്ടാക്കുക, രക്ഷിക്കുകയാണ്. അത്രയും സത്വഗുണം ഉള്ള പോലെ നിലനിർത്തുക. ഇതി പ്രകൃതിർ ഗുണാസ്തേ. ഈ 3 പ്രകൃതി ഗുണങ്ങളെ ആശ്രയിച്ച്
പ്രകൃതിയുടെ സത്വൻ രജതമ ഇതി ഗുണേർ, സത്വൻ രജസ് തമസ് എന്നീ ഗുണങ്ങൾ അവയോട് യോജിച്ചവനായിട്ട് ഭഗവാൻ ഈ ഗുണങ്ങളെ യോജിച്ചിട്ട് യുക്ത ചേർന്നിട്ട് ഏകനായിട്ട് പരമപുരുഷൻ എന്ത് ചെയ്യുന്നു? ഇഹാസ്യദത്തെ, ഈ ലോകത്തിൻ്റെ സ്ഥിത്യാദിക്കു വേണ്ടി, അസ്യദത്തെ എന്നാണ് പറഞ്ഞത്. ഇഹാസ്യദത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തെ നിലനിർത്തുക, ഏകനായിട്ട് ലോകത്തിൻ്റെ സ്ഥിത്യാദയെ, മൂന്നാമത്തെ വരി ശ്ലോകത്തിൽ സ്ഥിത്യാദയെ, സത്വം രജസ് തമസ് അതേ ക്രമത്തിൽ ഈ സ്ഥിത്യാദികളെ എടുക്കുക. എന്താണ് തമസ്സും സത്വഗുണവും പറയാതെ, അതായത് തമസ്സും രജോ ഗുണവും പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് സത്വഗുണമാണ്. അപ്പോൾ ആ സത്വത്തിന് സ്ഥിതി എന്ന് പറഞ്ഞു, സത്വഗുണം കൊണ്ട് നിലനിർത്തുന്നു എന്ന് പറഞ്ഞു. സൃഷ്ടിക്കായിട്ടുണ്ട് രജോ ഗുണം, നശിപ്പിക്കാനും സംഹരിക്കാനും തമോ ഗുണം. ശിവനാണ് അതിൻ്റെ മൂർത്തി. ഇനി പറയുന്നുണ്ട് അടുത്ത വരിയുടെ ബാക്കി ഭാഗത്ത്. സ്ഥിത്യാദയെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി ആദി ശബ്ദം കാണിക്കുന്നത് സൃഷ്ടിയും സംഹാരമാണ്. സൃഷ്ടിത്തിരി ആദി എന്നുള്ളത് പറയുന്നത് സ്ഥിതി സൃഷ്ടി സംഹാരം. സൃഷ്ടിത്തിരി സംഹാരം എന്നാണ് നമ്മൾ പറയുക. ഇവിടെ സത്വഗുണം മുതലൊക്കെ എടുക്കുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. രജോ ഗുണം കൊണ്ട് സൃഷ്ടിക്കുക, തമോ ഗുണം കൊണ്ട് ഇല്ലാണ്ടേക്കുക. സ്ഥിത്യാദയെ എന്ന് പറഞ്ഞാൽ അതാണ്. സത്വം കൊണ്ട് സ്ഥിതി നിലനിർത്തുക, വിഷ്ണു. രജസ് കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടി, തമോ ഗുണം കൊണ്ട് ശിവനായിട്ട് സംഹരിക്കുന്നു. അടുത്ത വാക്ക് നോക്കിയാൽ ഹരി വിരിഞ്ചി ഹരേതി സംജ്ഞ. 3 കർമ്മങ്ങൾ ചെയ്യാനായി കൊണ്ട് ഭഗവാൻ വിഷ്ണുവായി, ഹരി വിരിഞ്ചി ബ്രഹ്മാവ്, ഹര ശിവൻ, ഹര ശിവനാണ്, ഹരേതി ഹരഹ ഇതി ഹരേതി, ഹര ഇതി ഹരേതി. തിത്യാദയെ സൃഷ്ടിത്തിരി സംഹാരങ്ങൾക്ക് വേണ്ടി, ആദയെ എന്ന് പറഞ്ഞാൽ സംഹാരവും സൃഷ്ടിയാണ്. ഹരി വിരിഞ്ചി ഹരേതി, ബ്രഹ്മാവ് വിഷ്ണു ശിവൻ, വിരിഞ്ചി ബ്രഹ്മാവ്. ഇങ്ങനെ സംജ്ഞ പേര് കൈക്കൊണ്ട് ശ്രേയാംസി തത്ര ഖലു തത്വതനോർ നൃണാംസ്യു. ശ്രേയാംസി ശ്രേയസ്സുകൾ ഭവിക്കുമല്ലോ മനുഷ്യർക്ക് എന്നർത്ഥം. സംജ്ഞകളെ ധരിച്ച് അവരിൽ സത്വമൂർത്തിയിൽ നിന്ന് മനുഷ്യർക്ക് ശ്രേയസ്സുകൾ ലഭിക്കുന്നു. അധികവും സത്വമൂർത്തിയാണ് വാസുദേവനിൽ നിന്ന് ജനങ്ങൾക്ക് ശുഭങ്ങൾ കൂടുതൽ കിട്ടുന്നത്. ആ വിഷ്ണുവിനെ ഭജിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥ ശ്രേയസ് ഉണ്ടാവുള്ളൂ ഭാഗവത സിദ്ധാന്ത പ്രകാരം. അതുകൊണ്ടാണ് ഇവിടെ ശ്രേയാംസി തത്രകലു സത്വതനോ നൃണാംസ്യു. നൃണാം മനുഷ്യർക്ക് സത്വത്തെ നൽകുന്നു, നന്മ. ശ്രേയാംസി ശ്രേയസ്സുകളെ നൽകുന്നു, സത്വഗുണം ശ്രേയസ്സുകളെ നൽകുന്നു. തമോ ഗുണം രജോ ഗുണം അത്ര തന്നെ ശ്രേയസ്കരമല്ല. ബ്രഹ്മാവിനെ ആരും ഭജിക്കാറിനില്ല. വളരെ ഒരു അമ്പലറ്റ ലോകത്ത് കേട്ടിട്ടുള്ളൂ, തിരുനാവായയിൽ. ബാക്കിയൊന്നും ബ്രഹ്മാവിന് അമ്പലമില്ല. പിന്നെ ത്രിമൂർത്തി സങ്കല്പത്തിലുള്ളതിൽ കുറവാണ്. ശിവനെ പിന്നെയുണ്ട്, ഒരു സംഹാരമൂർത്തിയായിട്ടല്ല നമ്മൾ ശിവനെ ഭജിക്കുന്നത്. സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടും ദക്ഷിണാമൂർത്തിയായിട്ടാണ്. സംഹാരകർത്താവായിട്ട് ഭജിക്കുന്നത് കൊണ്ട് ഗുണമില്ല. അങ്ങനെ അല്ലാത്ത ശിവൻ ഉണ്ടോ വെച്ചാൽ ഉണ്ട്. അതൊക്കെ വലിയ വിഷയങ്ങളാണ്, ഇപ്പോൾ ഇവിടെ വേണ്ട. ശ്രേയാംസി തത്ര ഖലു സത്വതനോ നൃണാംസ്യു. എന്തായാലും വിഷ്ണുവിനെ സത്വഗുണപ്രധാനമായിട്ട് ഭജിച്ചാലാണ് അധികം ശ്രേയസ് ഉണ്ടാവുക. ഭാഗവത പ്രകാരം വിഷ്ണുവിനാണ് പ്രാധാന്യം എന്ന് ചുരുക്കം, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം സത്വം രജ തമ ഇതി പ്രകൃതിർ ഗുണാസ്തേ യുക്തപര പുരുഷയേക ഇഹാസ്യദത്തേ തിത്യാദയേ. സൃഷ്ടിത്തിരി സംഹാരങ്ങളാണ് സിത്യാദികളെ കർമ്മങ്ങൾ കൊണ്ട് 3 ഗുണങ്ങൾ വഹിച്ചുകൊണ്ട് ഹരി വിരിഞ്ചി ഹരേതി സംജ്ഞ. വിഷ്ണു ബ്രഹ്മാവ് ശിവൻ എന്നീ സംജ്ഞകളാൽ സ്വീകരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? നൃണാം മനുഷ്യർക്ക് സത്വഗുണത്തിൽ നിന്ന് ശ്രേയസ് ഉണ്ടാവുന്നു. ശ്രേയാംസി തത്ര ഖലു സത്വതനോർ നൃണാം സ്യു.
സ്യു ഖലു ഭവിക്കുമല്ലോ. ഇനി അതിനെക്കുറിച്ചങ്ങനെ വിവരിക്കണം. പാർത്ഥിവാത്താരുണോ ധൂമത്തത്മാദഗ്നിത്രയീമയ തമസത്തോരജത്തത്മാസത്വം യത് ബ്രഹ്മദർശനം. സത്വഗുണത്തിൻ്റെ ആ ഒരു പ്രാധാന്യവും അവസ്ഥയും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് വിഷ്ണുവിനെ ഭജിക്കുന്നത് ശ്രേയസ്കരം എന്ന് പറയാനുള്ള കാരണം, പാർത്ഥിവ പൃഥിവീ വികാരമായ മരം, ഈ ആത്മീയ സങ്കല്പപ്രകാരം എല്ലാം ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ്. എല്ലാറ്റിൻ്റെയും ഉറവിടം ഭൂമിയാണ്. മരം ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത്, അഗ്നി, ബാക്കി പഞ്ചഭൂതങ്ങളൊക്കെ ഭൂമിയിൽ നിന്നുണ്ടാവുക എന്നൊരു സങ്കല്പമുണ്ട്. ഒക്കെ ഭൂമിയിൽ നിന്നാണ്. അത്ര ഭൂമിയില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടോ? അപ്പം പാർത്ഥിവാത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന്. പാർത്ഥിവ എന്ന് രാജാവിനെ സംബോധനയായിട്ടും പറയും. അത് പാർത്ഥം ഭൂമിയെ പാലിക്കുന്നത് കൊണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഭൂമി എന്നർത്ഥമുള്ളൂ. ഭൂമി വികാരമായ, ഭൂമിയിൽ നിന്നുണ്ടായ ദാരുണമായ ക്രൂരമായ എന്നൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അർത്ഥം അതല്ല കേട്ടോ. ദാരു എന്ന് പറഞ്ഞാൽ ഇവിടെ മരം, ഒരു വാക്കിന് പല അർത്ഥമാണ്. ദാരുണമായ മരണം എന്നൊക്കെ നമ്മൾ പറയില്ല, ആ അർത്ഥമല്ല ഇവിടെ. കരുണാകരമായ, അങ്ങേയറ്റത്തെ അനുശോചിക്കേണ്ടതായ, ശോചനീയമായ എന്നുള്ള അർത്ഥം വേറെ. ഇവിടെ മരം, ദാരു ശില്പം എന്ന് പറഞ്ഞാൽ മരത്തിൽ കൊത്തിയ ശില്പമാണ്. അപ്പം ദാരുണോ എന്ന് പറഞ്ഞാലോ മരത്തിൽ നിന്ന്, ധൂമം പുകയും, അതിൽ നിന്ന് വേദോക്തമായിട്ടുള്ള അഗ്നിയും ഉണ്ടാവുന്നു. തമസിനേക്കാൾ രജസ്സും അതിനേക്കാൾ സത്വവും ബ്രഹ്മത്തെ പ്രഭാഷിക്കുന്നതാകുന്നു. പാർത്ഥിവ ദാരുണോ ധൂമ, ഭൂമിയിൽ നിന്ന് മരം ഉണ്ടായിട്ട് അതിൽ നിന്ന് അഗ്നി ഉണ്ടാവുന്നു. ആ മരത്തിൽ തന്നെ പുക, അഗ്നി മുതലായിട്ടുള്ളത് ഉണ്ടാവുന്നു. തസ്മാദഗ്നി ത്രയീമയ, വേദോക്ത കർമ്മഹേതുക്കളായ വന്നി ഉണ്ടാകുന്നു. അതുപോലെ ഈ തമസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് രജസ്, രജസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് സത്വഗുണം. സത്വത്തിൽ നിന്നാവട്ടെ ബ്രഹ്മദർശനം ഉണ്ടാവുന്നു. സത്വഗുണമില്ലാതെ ബ്രഹ്മദർശനമോ ബ്രഹ്മപ്രാപ്തിയോ ഉണ്ടാവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സത്വഗുണം ശ്രേഷ്ഠം എന്ന് പറയാനുള്ള കാരണം. പാർത്ഥിവ ദാരുണോ ധൂമത്തത്മാദഗ്നിത്രയീമയ, വേദോക്തങ്ങളാകുന്ന കർമ്മഹേതുക്കളായ എന്നാണ് ത്രയീമയ. പുക പുറപ്പെട്ടതായിട്ടുള്ള നേരത്ത് എപ്രകാരം അഗ്നി ഉണ്ടാകുന്നുവോ, പുകയില്ലെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് പുക, പിന്നെ അഗ്നി ഉണ്ടാവും. അതുപോലെ തമോ ഗുണത്തിൽ ബ്രഹ്മപ്രകാശം ഉണ്ടാവില്ല. രജസ്സിൽ അതിനേക്കാളും കുറച്ച് ഉണ്ടാവും, കർമ്മശ്രദ്ധ ഉണ്ടാവുകൊണ്ട്. സത്വത്തിലാണ് പൂർണ്ണമായിട്ട് സത്വഗുണം പ്രകാശിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സത്വമൂർത്തിയായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് ബ്രഹ്മാനുഭൂതി ഉണ്ടാവും. ചുരുക്ക ശ്ലോകത്തിൽ സത്വഗുണത്തിൻ്റെ മഹത്വമാണ് പറഞ്ഞിരിക്കുന്നത്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പാർത്ഥിവാർ ദാരുണോ ധൂമത്തത്മാദഗ്നിത്രയീമയ, ഭൂമിയിൽ നിന്ന് മരം ഉണ്ടായി അതിൽ അഗ്നി ഉണ്ടാകുന്നത് പോലെ തമസ്സിൽ നിന്ന് രജോ ഗുണത്തിൽ നിന്ന് സത്വം ഉണ്ടാവും. സത്വത്തിൽ നിന്നാണ് ബ്രഹ്മപ്രാപ്തി ഉണ്ടാവുന്നത്. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന മരത്തിൻ്റെ കൊമ്പ് മേലും കീഴും ഒരുമിച്ച് മഥനം ചെയ്യുന്ന സമയത്താണ് അഗ്നി ഉണ്ടാവുക. അതിനാണ് ഈ അരണി കടയുക എന്ന് പറയുക. യജ്ഞത്തിൽ തീപ്പെട്ടി കൊണ്ടോ ഗ്യാസ് ലൈറ്റർ കൊണ്ടോ അല്ല അഗ്നി ഉണ്ടാക്കുക, മരം കടഞ്ഞിട്ടാണ് എന്നാണ്. അതിന് പറ്റിയ മരം വേണം. ഏത് മരമൊന്നും ചിലപ്പോൾ പറ്റില്ല, പച്ചമരമൊന്നും പറ്റില്ല, ഉണങ്ങിയ പ്രത്യേക രീതിയിലുള്ള മരം, 2 തടി, ഒന്ന് താഴ്ത്തും ഒന്ന് മുകളിലും, ഒരലുപോലെ ഉള്ള ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വേറൊരു മരം വെച്ച് ഇത് കയറ് വെച്ച് കടഞ്ഞിട്ടാണ് അഗ്നി ഉണ്ടാക്കുക. യാഗ അഗ്നി എപ്പോഴും ശുദ്ധമായിരിക്കും എന്നാണ് പറയുന്നത്, ബാക്കിയുള്ളത് കൊണ്ട് കത്തിച്ചതിനേക്കാൾ. അപ്പോൾ പൃഥ്വി വികാരമായ മരത്തിൽ നിന്ന് എപ്രകാരം ധൂമയും അതിൽ നിന്ന്
വേദോക്ത കർമ്മഹേതുകമായിട്ടുള്ള അഗ്നിയും ഉണ്ടാകുന്നു. ത്രൈമയ എന്ന് പറഞ്ഞാൽ വേദോക്തമായ എന്നാണ് ഇവിടെ അർത്ഥം. വേദോക്തമായിരിക്കുന്നതായ അഗ്നിയും ഉണ്ടാകുന്നുവോ? അതുപോലെ തമസ്സിൽ നിന്ന് രജസ്സും രജസ്സിൽ നിന്ന് സത്വം ഉണ്ടാവുന്നു. തമോഗുണത്തിൽ നിന്ന് രജോ ഗുണം ഉണ്ടായി, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണം ഉണ്ടാവുക, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ആ ഒരു ക്രമം അങ്ങനെയാണ്. അപ്പം മരത്തിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നത് പോലെ, മരം കടഞ്ഞ് അഗ്നി ഉണ്ടാകുന്നത് പോലെ തമസ്സിൽ നിന്ന് എന്തുണ്ടാവും? കാരണം മരം എന്ന് പറഞ്ഞാൽ അഗ്നി അല്ല എന്ന് നമുക്കറിയാം. മരം അഗ്നിയല്ല, പക്ഷെ അതിൽ നിന്ന് അഗ്നി ഉണ്ടാവണു ഇല്ലേ? അതുപോലെ തമസ് എന്ന് പറഞ്ഞാൽ സത്വഗുണം അല്ല എന്ന് ഉറപ്പാണ്, പക്ഷെ അതിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്? സത്വഗുണം ഉണ്ടാവുന്നുണ്ട്. അഗ്നി അല്ലാത്ത മരത്തിൽ നിന്ന് അഗ്നി ഉണ്ടാവണു. അതുപോലെ സത്വഗുണമല്ലാത്ത തമസ്സിൽ നിന്ന് രജസ്സും സത്വവും ഉണ്ടാവും. ആ സത്വഗുണത്തിൽ കൂടെ എവിടേക്ക് എത്താം? ബ്രഹ്മദർശനം, ഈശ്വരനിലേക്ക് എത്താം. തമോ ഗുണം രജോ ഗുണം സത്വഗുണത്തിൻ്റെ ഒരു ആദ്യ പടി പോലെ വിചാരിക്കാം എന്നർത്ഥം. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഒന്നും സ്വതന്ത്രമായിട്ട് ഒരു ബന്ധമില്ലാത്ത 3 ഗുണങ്ങളല്ല. അപ്പോൾ നമുക്ക് രാത്രി നല്ലപോലെ ഉറങ്ങിയില്ല എന്ന് കൂട്ടുക, ഉറക്കം തീരെ ശരിയായില്ലെങ്കിൽ പകൽ സത്വഗുണം ഉണ്ടാവുമോ? പകൽ ഉറക്കം തൂങ്ങും ഇല്ലേ? രാത്രി സുഖമായിട്ട് ഉറങ്ങിയാലോ? അതിന് നല്ല ഉത്സാഹം ഉണ്ട് കേട്ടോ, അവിടെ സത്വഗുണമാണ്. അപ്പോൾ രാത്രിയിലത്തെ തമോ ഗുണം എന്തിനു സഹായിച്ചു? പകലത്തെ സത്വഗുണത്തിന് സഹായിച്ചു. രണ്ടും ബന്ധമല്ലേ? ഇത് പൂർണ്ണമായി ബന്ധമില്ലാത്തതല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. തമോ ഗുണത്തിന് രജോ ഗുണം ഒന്നൊന്ന് മറ്റൊന്നുണ്ടാവുക. ആ രജസ്സിന് സത്വഗുണം ഉണ്ടാവും. തമസ്സിന് രജസ്സിന് സത്വം ഉണ്ടായാൽ ആ സത്വഗുണം ഈശ്വര ദർശനത്തിന് സഹായിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തമോ ഗുണവും രജോ ഗുണവും തീരെ ഈ ലോകത്തിൽ വേണ്ട എന്നല്ല. ലോകം ത്രിഗുണാത്മകമായേ നിൽക്കൂ, അല്ലാതെ നിൽക്കില്ല. ഒരു ഗുണത്തിൽ മാത്രമായിട്ട് ലോകമില്ല. പ്രപഞ്ചം എന്നൊന്നുണ്ടെങ്കിൽ ഈ 3 ഗുണവും ഉണ്ടാവും. ഉറങ്ങേണ്ടപ്പോൾ സുഖമായിട്ട് ഉറങ്ങണം, അല്ലാത്തപ്പോൾ ഉറങ്ങാൻ പാടില്ല. അവിടെ രജോ ഗുണം സത്വഗുണം വേണ്ടിടത്ത് അത് തന്നെ വേണം, തമോ ഗുണം വേണ്ടിടത്ത് അത് തന്നെ വേണം. ഇത് 3ഉം കൂടി ചേർന്നതാണ് പ്രപഞ്ചം എന്നൊക്കെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സത്വഗുണം തമസ്സിൽ നിന്നും രജത്തിൽ നിന്നും ഉണ്ടാവുന്നു. രജോ ഗുണവും തമോ ഗുണം എന്ന് പറഞ്ഞാൽ സത്വമല്ല, പക്ഷെ അതിൽ നിന്നാണ് സത്വഗുണം. മരം എന്ന് പറഞ്ഞാൽ അഗ്നിയല്ല, നമുക്കറിയാം മരം അഗ്നി ഒന്നല്ല, പക്ഷെ ആ മരത്തിൽ നിന്നല്ലേ അഗ്നി ഉണ്ടാവുന്നത്. അതുപോലെയെന്ന് ചുരുക്കം. പാർത്ഥിവാത് ദാരുണോ ധൂമ തത്മാത് അഗ്നിത്രൈമയ ധൂമം, പുകയുണ്ടായിട്ട് മരത്തിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നത് പോലെ തമസത്തു രജത്തത്മാ സത്വം യത് ബ്രഹ്മദർശനം. തമസിൽ നിന്ന് രജസ്സുണ്ടായി, ആ രജസ്സിൽ നിന്ന് സത്വം ഉണ്ടായി ഈശ്വരനിലേക്ക് ജീവന്മാർ എത്തുന്നു. ഈ കർമ്മത്തിനെ വിശദീകരിക്കുക അടുത്ത ചോദ്യോത്തരമായിട്ടില്ല, ഞാൻ തന്നെ പറയണം കുറച്ച്. ബേജിതേ മുനയോദാഗ്രേ ഭഗവന്തമതോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പതേനുതാനിക. അഥ അതുകൊണ്ട് ഇവിടെ പറയണം, അഗ്രേ ആദിയിൽ മുനികൾ എന്തു ചെയ്തു? മഹിമയുള്ള പരിശുദ്ധമായ സത്വഗുണം തികഞ്ഞ വിഷ്ണുവിനെ ഭജിക്കുന്നു. തമസ്സിൽ നിന്നും രജത്തിൽ നിന്നും സത്വം എങ്ങനെ ഉണ്ടാവണം? അരണി കടഞ്ഞിട്ടാണ് അഗ്നി ഉണ്ടാവണം. മരം അവിടെ കൊണ്ടച്ചു തന്നെ അഗ്നി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അഗ്നി ഉണ്ടാവുമോ? ഇല്ല, അത് കടയണം, വേണ്ടേ? കടഞ്ഞിട്ടാണ് അഗ്നി. ഘർഷണത്തിൽ നിന്ന് ചൂടായി പഞ്ഞിയും അതുപോലെ വസ്തുക്കൾ വെച്ചങ്ങോട്ട് കത്തിക്കുകയാണ്. ആ കത്തിക്കണ അഗ്നി ഇവിടെ കൂട്ടി തീ കത്തിക്കുകയാണ് യാഗത്തിൻ്റെ സമ്പ്രദായം. അപ്പം കടയണം, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം അതുപോലെ ഇവിടെ പറയുകയാണ്, ആദ്യകാലത്തിൽ മഹർഷിമാർ വിശുദ്ധം സത്വം ഗുണം തികഞ്ഞമായ അധോക്ഷജനായിരിക്കുന്ന വിഷ്ണുവിനെ ഭജിക്കുന്നു. എന്നിട്ട് സത്വഗുണത്തെ സൃഷ്ടിക്കുകയാണ്. യാതൊരുത്തൻ അവരെ അനുസരിക്കുന്നുവോ അവർ ക്ഷയമായ കൽപ്പന്തയെ കൽപ്പിക്കുന്നു. പൊതുവെയുള്ള മഹർഷിമാരുടെ ഒരു സമ്പ്രദായത്തെ പറഞ്ഞിരിക്കുകയാണ്. മുനികൾ സത്വഗുണപ്രധാനികളാണ്. നമുക്കറിയാം, പ്രധാനികളായ അതായത് ഭക്തന്മാരായിട്ടുള്ളവർ ഭഗവാൻ ശ്രീഹരിയെയാണ് ഭജിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ഷേമവും സുഖവും അനുഭവിക്കുന്നു. അഥ മുനയോ മഹർഷിമാർ
അധോക്ഷജനായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നു. ബേജിരെ, ആ മഹർഷിമാർ ഭഗവാനെ ഭജിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ ഏനുതാനിഹ. സത്വഗുണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹരിയെ ഭജിക്കണം. അപ്പം ഹരിയെ ഭജിച്ചാൽ എന്തുണ്ടാവും? സത്വഗുണം ഉണ്ടാവും. അരണി കടയുന്നത് പോലെ ഹരിയെ ഭജിച്ചിട്ട് വേണം സത്വഗുണം ഉണ്ടാക്കുക. വെറുതെ ഇങ്ങോട്ട് ഉണ്ടാവുന്നില്ല സത്വഗുണം. അതിന് വേണം ഈശ്വരഭജനം എന്ന മാർഗം എന്നർത്ഥം. അത് വിഷ്ണുവിനെ ഭജിച്ചാലേ കിട്ടുള്ളൂ. മറ്റ് ദേവന്മാർക്ക് സത്വഗുണം പ്രദാനം ചെയ്യാൻ കഴിവില്ല. അതാണ് മുനയോ അഥ അഗ്രേ ഭഗവന്തമധോക്ഷജം ബേജിരേ. മഹർഷിമാർ അധോക്ഷനായ ഭഗവാനെ ഭജിച്ചു. എന്തിന്? സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ എഴുതാനിക. സത്വത്തെ ലഭിക്കാനായിക്കൊണ്ട്. അതുകൊണ്ടോ എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവുകയും ചെയ്യും. സത്വഗുണം കൊണ്ടേ ക്ഷേമം ഉണ്ടാവുള്ളൂ. ദേശം തമോ ഗുണം അത്രയും കൂടെ ക്ഷേമത്തെ നൽകുന്നതല്ല. ക്ഷേമത്തെ ചിലപ്പോൾ ഇല്ലാണ്ടാക്കിയെന്നും വരാം. സത്വഗുണം മാത്രമാണ് നമുക്ക് ക്ഷേമം ഉണ്ടാകുന്നത്. ഞാൻ എന്നെ വർണ്ണിച്ചിരിക്കണം സത്വഗുണപ്രധാനത്തിന്. പിന്നെ പറയണം ശ്ലോകം മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാഭൂതപതീനഥ നാരായണ കലാശാന്ത ഭജന്തി അനസൂയവ. മോക്ഷത്തെ ഇച്ഛിക്കുന്നവർ. ഇവിടെ പരമമായ ക്ഷേമം എന്നാണ് നേരത്തെ പറഞ്ഞത്. ക്ഷേമം നേടുന്നു. നേടുകയാണ്. ഭഗവാൻ അങ്ങനെ കൊട്ടയിലാക്കി തരില്ല, നമ്മൾ നേടുകയാണ്. സത്വഗുണം ഉണ്ടാക്കി നമ്മൾ കൊണ്ടുവരികയാണ്. അത് മഹർഷിമാർ ഈ ഹരിയെ ഭജിച്ചുകൊണ്ട് നേടുകയാണ് സത്വഗുണം. സത്വഗുണം ലഭിച്ചാൽ പിന്നെ മുക്തി ആയി. മുക്ത. അപ്പം മുമുക്ഷവോ, ഇവിടെ കർത്താവ് മുക്തി ആഗ്രഹിക്കുന്നവർ. രണ്ട് കൂട്ടത്തിലുള്ള ഭജിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് മുമുക്ഷക്കൾ. അതാണത്രേ യഥാർത്ഥ ലക്ഷ്യമാവേണ്ടത്. ആയാൽ രക്ഷപ്പെട്ടു എന്നാണ്. അത് വേഗം തരാവും ചെയ്യും. അതിൽ നിരാശയ്ക്ക് വഴിയില്ല. പ്രപഞ്ചത്തിൽ നിന്നൊന്ന് വിടാൻ നോക്കുക. ഈ ഓരോ കാര്യങ്ങൾ ചെറിയ കുട്ടികളെ പോലെ വേണം 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 എന്ന് പറഞ്ഞിങ്ങനെ പോയാൽ ബാലിശഭക്തി എന്നാണ് അതിനെ പറയേണ്ടത്. അവർക്ക് ബന്ധത്തിൽ നിന്ന് മുക്തി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഏതൊരുവൻ എപ്പോൾ ഭാഗവതത്തിൽ വരുന്നില്ലയോ അതുവരെ മുക്തി അവനില്ല എന്ന് പറയാൻ കാരണം. മുക്തിയില്ല, സംശയിക്കൊന്നും വേണ്ട ആ കാര്യത്തിന്. അവൻ ക്ഷേത്രങ്ങൾ തോറും ചുറ്റിക്കറങ്ങുന്നു, വഴിപാടുകൾ കഴിക്കുന്നു, അതിലൊക്കെ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നു. എന്താ കാരണം ചോദിച്ചാൽ അറിയാം, ഭാഗവതം എടുത്തിട്ടുണ്ടാവില്ല. എടുത്താലും ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. ഉൾക്കൊണ്ടാൽ പിന്നെ ഈ ഓട്ടം അവിടെ നിലയ്ക്കുകയാണ്. സംശയമൊന്നുമില്ല, ഞാൻ ഉറപ്പായിട്ട് പറയാത്. ഓട്ടം എപ്പം നിലച്ചു, അല്ലെങ്കിൽ അവൻ ഭാഗവതം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് എവിടേക്കും പോകണ്ട എന്ന് തോന്നിയാൽ അവൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവിടെ മുമുക്ഷവ, പ്രപഞ്ചത്തിൽ നിന്ന് മുക്തനാവുക. മരിച്ചാൽ കിട്ടണ വസ്തു അല്ല കേട്ടോ, അതല്ല ഇവിടെ പറയണത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയിൽ സുഖമായിട്ട് അങ്ങനെ ഇരിക്കുക. അല്ലച്ചാൽ എവിടേക്കാണ് ഈശ്വരൻ പ്രാരബ്ധ കർമ്മത്താൽ കൊണ്ടുപോകുന്നത് അവിടേക്ക് പോവാം. അല്ലാണ്ട് ബദരിയിലേക്കോ കാശിയിലേക്കോ ഗുരുവായൂർക്കോ പഴനിക്കോ പോകണമെന്നൊന്നുമില്ല. വിവാഹത്തിനാണ് ഇന്ന് പോകാൻ നിശ്ചയിച്ചിരിക്കണം. പോവുക. ഒരാൾ വന്ന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കോളൂ. വെറുതെ ഒന്ന് നടക്കാനാ ഒരു ദിവസത്തെ പ്രേരണ, ഈശ്വരൻ നടക്കുക. ഒരാളുടെ കൂടെ ഒരു സഹായത്തിന് ചെല്ലാനാണ് അന്നത്തെ നിയോഗം, പോവുക. ഈശ്വര നിയോഗത്താൽ അവൻ സഞ്ചരിക്കുന്നു, ചിലപ്പോൾ സഞ്ചരിക്കുന്നില്ല. ഒരാൾക്ക് വ്യായാമത്തിന് നടക്കണമെന്നോ അങ്ങനെ നടന്നോളൂ, ഡോക്ടർ പറഞ്ഞിട്ട് നടക്കും. അപ്പോൾ എന്താണ് തൻ്റെ ആ ഒരു നിയോഗം, അവിടേക്കേ അവൻ പോവുള്ളൂ. അല്ലാണ്ട് ഈശ്വരനെ കിട്ടാനൊരു പ്ലാൻ അവൻ്റെ കയ്യിൽ വേണ്ട, ഒരാവശ്യമില്ല. എന്തുകൊണ്ട് ഭാഗവതം കയ്യിലെടുത്ത് കഴിഞ്ഞിരിക്കണോ, അവിടെ വിട്ടിട്ട് ഏത് ഈശ്വരനെ എവിടുന്ന് കിട്ടാനാ? എവിടുന്നും കിട്ടാനില്ല. ഇതാണ് മോക്ഷം. എല്ലാറ്റിനും നമ്മൾ മുക്തനായി കഴിഞ്ഞിരിക്കണം ഇപ്പം തന്നെ. മരിച്ചാൽ കിട്ടുന്ന അവസ്ഥയില്ല. അങ്ങനെയല്ല. ഭാഗവതം ജീവൻ മുക്താവസ്ഥയാണ് പറയണത്. അപ്പം എത്ര വേഗം എളുപ്പം നോക്കൂ. മരിക്കാനും കൂടി കാത്തിക്കണ്ട, മുട്ടിയിട്ടാനേ ഇതാ കിട്ടി പിടിച്ചോ. ഭാഗവതം അങ്ങോട്ട് തരികയാണ്. ഇങ്ങനെ ആരാ തരിക? അത് ഉറപ്പാട്ടോ, ഭാഗവതം അല്ലാണ്ട് വേറെ ഒന്നും തരില്ല. ഒന്നുമില്ലെങ്കിൽ മരിക്കെങ്കിലും വേണം മുക്തി കിട്ടാന്നാ.
അതും വേണ്ട. അയ്യപ്പത്തവൻ കൂടി സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നേ പറയുള്ളൂ. അപ്പം കാണണം, അതുവരെ പോകണം. അതും വേണ്ട, ഒന്നും വേണ്ട. ഭാഗവതം കയ്യിലുണ്ടോ? നിങ്ങൾ മുക്തനായി. മുമുക്ഷവ ഘോരരൂപാൻ, അവരെന്ത് ചെയ്യുന്നു? ഭൂതപതീൻ ഹിത്വ, സത്വഗുണത്തിലേക്കാണ് പറയണത്. ഘോരങ്ങളാകുന്ന ഭയങ്കര സ്വരൂപികളായിട്ടുള്ള ഈ ദേവതകളെ ഉപേക്ഷിച്ച്, ഭൂതപതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നാണ്. ചില ദേവതകൾ ക്ഷുദ്രദേവതകൾ എന്ന് തന്നെ പറയാം. പലതും ഉണ്ട് ഈ ലോകത്തിൽ. എന്തൊക്കെ സേവകൾ കാണുന്നുണ്ട്. നമ്മളിവിടെ വന്നോളൂ, നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും തീരും. പാസ്പോർട്ട് വേണോ? റെഡി. വിസ വേണോ? റെഡി. വീട് വിൽക്കണോ? ശരി. വീട് കെട്ടണോ? ശരി. വീട് വാങ്ങണോ? ഓ ശരി. കഴിച്ച വിവാഹം വേണ്ടാക്കണോ? ഇവിടെ വന്നോളൂ, ഇപ്പം തരാവും. വിവാഹം കഴിക്കണോ? തെറ്റിയ ഭാര്യാഭർത്തന്മാർ യോജിക്കണോ? ഇതാ വന്നോളൂ. എത്ര പരസ്യം നമ്മൾ കാണുന്നുണ്ട്. നെറ്റിലും കാണാം, പേപ്പറിലും. പണ്ടൊക്കെ പേപ്പർ ആർക്കും വേണ്ടല്ലോ. പരിഹരിക്കപ്പെടാത്ത പ്രശ്നമോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും, ഹെഡിങ്. ഇത് അവിടെ വരൂ. എന്താ അത്? അവിടെ അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയല്ലേ ഓരോ പാക്കറ്റിൽ പ്രശ്നപരിഹാരം. അതിനൊക്കെ ഒരു ഉപാസനയുണ്ട്. നമ്മൾ ഇങ്ങനെ എവിടേക്കോ അതപ്പതിക്കുകയാണെന്നാണ് ഭാഗവതം പറയണത്. പോവരുത്, ഒരു കാരണവശാലും അതിൻ്റെ പിന്നാലെ പോരുത്. യഥാർത്ഥ മുമോക്ഷ ബന്ധപ്പെടാതെ ഈ ലോകത്ത് നിന്ന് മുക്തനാവണമെങ്കിൽ എന്ത് ചെയ്യുക? ഘോരരൂപാൻ ഭൂതപതീൻ ഹിത്വ, അത്തരത്തിലുള്ള ഉപാസനകളെ ശങ്ക കൂടാതെ ഉപേക്ഷിക്കൂ. ഇത്തിരി സംശയമൊന്നും വേണ്ട. ഹിത്വ, നിർത്തൂ നിങ്ങളുടെ ഈ വൃഥാ വ്യായാമം. കുറേ അത് ഉപാസിച്ച് നോക്കുക, കുറേ ഇത് ഉപാസിച്ച് നോക്കുക. സാത്വിക അല്ലാത്ത ഉപാസനകളാണ് കേട്ടോ ഇവിടെ പറയണത്. ദേവിയെ ഒരാൾക്ക് ഭജിച്ചാൽ കുഴപ്പമൊന്നുമില്ല. സത്വഗുണമായിട്ട് ദേവിയെ ഭജിക്കാം. ഹനുമാൻ സാത്വികമായിട്ടാണ് എവിടെയും പറയണത്. സാത്വികമായിട്ടുള്ള ഭജനം ആവാം. ശിവനെ സാത്വികമായിട്ട് ഭജിക്കാം, തമോ ഗുണമായിട്ട് ഭജിക്കരുത്. തമോ ഗുണമായിട്ട് ഭജിക്കരുത്. ശിവനെ ശുദ്ധസത്വ സ്വരൂപിയായിട്ട് ഭജിക്കാം, ദക്ഷിണാമൂർത്തിയായിട്ട് കണ്ട് ഭജിക്കാം. അവിടെ തമോ ഗുണമൂർത്തിയായിട്ടല്ല ഭജനം വരുന്നത്. ക്ഷുദ്രമായ രജസ്തമോ ഭാവങ്ങൾ ആകുന്ന ദേവതകളെ ഭജിക്കരുത്. അതാണ് നമ്മുടെ ഗീതയിൽ പറഞ്ഞത്. ഭൂതപ്രേത പിശാചാദികളെ ഭജിച്ച് ഒരുവൻ വെറുതെ തൻ്റെ ഊർജം കളയുകയാണ്. ഇവനിത് നന്നായിട്ട് ഉപാസിക്കുകയാണെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ടാവും? ഭജിക്കണമെന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പക്ഷെ ഒക്കെ നീചോപാസനകളാണ്. പോവരുത്. നമ്മളെവിടെയോ എത്തേണ്ട ആ ഒരു അവസ്ഥ സ്വയം നഷ്ടപ്പെടുത്തിയിട്ട് പാതാളം വരെ താഴുകയാണ് ഇത്തരം ഹിത്വാ ഭൂതപതീൻ, ഭൂതപതികളെ ഭജിച്ചിട്ട്. ക്ഷുദ്രവും സത്വഗുണം അല്ലാത്തതുമായ മൂർത്തികൾ എന്നർത്ഥം. ഭൂതപതീൻ. ഇപ്പോൾ മോക്ഷം ആഗ്രഹിക്കുന്നവരെ ഹിത്വ, ശങ്ക കൂടാതെ ഉപേക്ഷിക്കുന്നു. അനസൂയവ, ആഗ്രഹങ്ങളോ സ്വാർത്ഥങ്ങളോ ഉപേക്ഷിച്ചിട്ട് ശാന്താനാരായണകല, ശാന്തമായിട്ടുള്ള നാരായണൻ്റെ അംശങ്ങളെ ഭജിക്കുന്നു. വിവിധ അവതാരങ്ങളെ ഭജിക്കുന്നു. അവർക്ക് യാതൊരു അധപ്പതനവും ഉണ്ടാകുന്നില്ല. അടിക്കടി ശ്രേയസ് ഉണ്ടാവും. അതുകൊണ്ട് മുമുക്ഷവ, മോക്ഷം ആഗ്രഹിക്കുന്നവർ ഘോരരൂപാൻ ഭൂതപതീൻ ഹിത്വ, ഘോരരൂപങ്ങളായിട്ടുള്ള ഇല്ലേ എന്തൊക്കെയാ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഭൈരവന്മാർ, നീലക്കുട്ടി, ചുടലഭദ്രകാളി, അങ്ങനെ ഒരുപാട് ഭാവങ്ങളുണ്ട് നമുക്ക്. അതിനെ ഹിത്വ പോവുകയില്ല സാത്വികന്മാർ. പോവോ? അവർക്കതൊന്നും ആവശ്യമില്ല. പകരം നാരായണകലാ ശാന്ത, ശാന്തമായിട്ടുള്ള നാരായണ കലകളെ, കൃഷ്ണൻ, രാമൻ, വാമനൻ ഇത്യാദി കലകളെ, രാമനൻ ഭഗവാന്റെ കലയാണ്. നാരായണ കലാശാന്ത ഭജന്തി അനസൂയവ, സ്വാർത്ഥ ബുദ്ധിയില്ല, വേറൊരാളെ ദ്രോഹിക്കേണ്ട ബുദ്ധിയില്ല. ഇത്തരം മനസ്സിൻ്റെ വികലമായ ഭാവങ്ങളെല്ലാം കളഞ്ഞ് ശുദ്ധസത്വസ്വരൂപികളായിട്ട് ഭഗവാനെ ഭജിച്ചവർ മോക്ഷം നേടുന്നു. ഒക്കെയും ഭഗവാന്റെ ആ കർമ്മങ്ങളെ സാത്വികൻ രാജസൻ താമസം ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയണത്. സാത്വിക ഭജനത്തിൻ്റെ ഗുണം. അസൂയ ഉണ്ടാവില്ല, സ്വാർത്ഥം ഉണ്ടാവില്ല, ദ്രോഹബുദ്ധി ഉണ്ടാവില്ല.
ഘോരപതീൻ ഭൂതപതീൻ ഹിത്വ, ഘോരങ്ങളായിരിക്കുന്ന ഉപാസനകളെ കളഞ്ഞ് ഉപേക്ഷിച്ച് നാരായണകലാശാന്ത ഭജന്തി, നാരായണകലകളെ ഭജിച്ച് ശാന്തകളായിരിക്കുന്ന നാരായണകലകളെ ഭജിച്ച് സ്വാർത്ഥരഹിതരായി സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനാണ് ഭഗവാന്റെ കർമ്മങ്ങളെ പറയണത്. സാത്വികൻ രാജസം താമസം ഏത് സ്വീകരിക്കണം? സാത്വികത്തെ സ്വീകരിക്കൂ. രജസ്തമ പ്രകൃതയസ്തമശീലാ ഭജന്തി വൈ പിതൃഭൂത പ്രദേശാദീൻചൈശ്ചര്യ പ്രദേപ്സവ. സത്വഗുണം അല്ലാത്തവരോ അവരുടെ കഥയെപ്പോൾ പറയണത്? രജസ്തമ പ്രകൃതയ, സത്വം പറഞ്ഞില്ല. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചാൽ അവരെന്തിനെ ഭജിക്കണം? സമശീലാ ഭജന്തി വൈ, അതേ സ്വഭാവമുള്ള മൂർത്തികളെ ഭജിക്കാനാവും താല്പര്യം. സമാനശീലം എന്ന് പറഞ്ഞാൽ എന്താ? സമശീല, നേരത്തെ പറഞ്ഞതാണ്. രജസ്തമ പ്രകൃതിയുള്ള ദൈവങ്ങളെ, രജസ്തമോ ഗുണികളായിട്ടുള്ളവർ രജസ്തമോ ഗുണങ്ങളായിട്ട് തന്നെ ഭജിക്കും. ഒരു സത്വഗുണത്തിൽ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ ഗുണം തന്നെ സത്വം രജസ്സും തമസ്സുമാണ്. അത് സാത്വികമായിട്ട് ഭഗവാന്റെ കഥ ഇങ്ങനെ മഹാവിരസം, രസമില്ല. അത് ഒന്ന് കൊട്ടുക, മേളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭജന പാടുക, ഉറക്ക ശബ്ദം ഉണ്ടാക്കുക, ചാടുക, അതിനൊക്കെയുള്ള ഭക്തിയും ഭജനയും ഉണ്ട് ഇല്ലേ? അതേ അവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. മൂർത്തികളും ചിലപ്പോൾ അങ്ങനെ സത്വഗുണമാവണമെന്നില്ല. ശാന്തമായിട്ടുള്ള ആ ഒരു ഭജന രീതി രജസ്തമ പ്രകൃതികൾക്ക് ഇഷ്ടാവില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില കേമത്തങ്ങൾ അതിൽ വേണമെന്നൊരു തോന്നുകയാണ്. രജസ്തമയ പ്രകൃതയ സമശീല, അതേപോലുള്ളവരെ ഭജിക്കുന്നു. പിതൃഭൂത പ്രജേശാദീൻ, പിതൃക്കളെ ഭജിക്കുന്നു. പിതൃക്കളെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ പിതൃക്കളെ ശ്രാദ്ധോട്ടലല്ല പറഞ്ഞിരിക്കണം. അത് എല്ലാവർക്കും ചെയ്യാം. ചില ആൾക്കാർ ഈ പിതൃക്കളെ ഭജിക്കണവരുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചില പ്രതിഷ്ഠയൊക്കെ നടത്തി സമാധിയൊക്കെ നടത്തി എന്താ പറയുക, മുത്തപ്പനെ ഭജിക്കുക. മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കടവിലത്തെ അല്ല കേട്ടോ, അതല്ലാത്തവിടെ മുത്തശ്ശിയാർക്കാവ് അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ. ചില പൂർവീകന്മാരെ അവിടെ പ്രതിഷ്ഠയായിട്ട് കരുതുക. അങ്ങനെ ചില അമ്പലങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. വിഷ്ണുവും ശിവനും ഒന്നും കിട്ടിയത് പോരാ, അവർക്ക് ഇതാണ് ഇഷ്ടം. പിന്നെ ആളുടെ യക്ഷി ഭജനം അതിനുണ്ട് ചില ആൾക്കാരില്ലേ. ഇവിടെ ഒരു യക്ഷി ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ എന്നും പറഞ്ഞ് ഈ മരിച്ചു പോയവരെ ഉപാസിക്കുക. വല്ലാത്തൊരവസ്ഥ. അത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഭജനം ഉണ്ട് ഇവിടെ. അതൊക്കെ കളഞ്ഞ് പിതൃഭൂത പ്രജേശാദീൻ, അമ്മാവിനെ ഭജിക്കുക, ദുര്യോധനനെ ഭജിക്കണം. ദുര്യോധനൻ്റെ അമ്പലമുണ്ട് അത്ര കേരളത്തിൽ എവിടെയോ ഒന്ന്. അതൊക്കെ ഏതിൽ പെടുന്ന വെച്ചാൽ സാത്വിക ഗുണമല്ല എന്ന് ഉറപ്പാണ്. പിതൃഭൂത പ്രജേശാദീൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഷിയ ഐശ്വര്യ പ്രജേപ്സവ, ഇവരുടെ ഗുണം ഇവരെയൊക്കെ ഭരിച്ചാൽ എന്തൊക്കെയോ ചിലത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ശ്രീയോടുകൂടി ഐശ്വര്യം ലഭിക്കും, ലൗകിക ഐശ്വര്യം ലഭിക്കും എന്ന് വിചാരിച്ച് ഭജനത്തിൻ്റെ നിലവാരം അങ്ങേയറ്റം വരെ താഴും. എന്താണ് അതുകൊണ്ട് കിട്ടുന്നത്? ക്ഷുദ്രങ്ങളായിരിക്കുന്ന ഇന്നുണ്ടായിട്ട് നാളുണ്ടാവാതെയായ പ്രപഞ്ച നേട്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം, ചിലപ്പോൾ ഉണ്ടായില്ല എന്നും വരാം. പരീക്ഷണം. എന്തിനാ അതിന് പോണം? രജസ്തമ പ്രകൃതയ സമശീലാ ഭജന്തി വൈ, രജോ ഗുണത്തിലും തമത്തിലും പെട്ടവർ അങ്ങനെയുള്ളവരെ ഭജിക്കുന്നു. പിതൃക്കളെ, ഭൂതപതികളെ, പ്രദേശാദികളെ. അതുകൊണ്ട് അതൊക്കെ തരത്തിലല്ല വേണ്ടത്, സത്വഗുണത്തിനെ ഭജിക്കുക എന്നാണ് ഇവിടെ ഭഗവാന്റെ കർമ്മങ്ങൾ. സാത്വികൻ രാജസം താമസം എന്ന് മൂന്നായിട്ടുണ്ട്. അത് സാത്വികത്തിലേക്ക് വരൂ, മോക്ഷം നേടൂ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, മരിച്ചിട്ടല്ല എന്നുള്ളതിനെ സൂചിപ്പിച്ചു. അനന്തരം ബാക്കി. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.